ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളത് കോർഫുഗാൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ചുറ്റും മലകളാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ നമ്മൾ പോണത് ഷീസ് പാർക്കിലേക്കാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ആ പാർക്കിൽ ഒരു മൗണ്ടെയിനാണ്, പിന്നെ മൗണ്ടെയിൻ്റെ ഒരു നടുക്ക് തന്നെയാണ് ഈ ഒരു പാർക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ പാർക്കും വെള്ളച്ചാട്ടവും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ കുറേ മൗണ്ടെയിൻസ്, നല്ല വലിയ മൗണ്ടെയിനൊക്കെ ഉണ്ടാവും. ഒരു ഉച്ച വരുന്ന സമയം, രാത്രിയൊക്കെ ആവാറായപ്പോൾ മഞ്ഞൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമുക്ക് ഇനി അങ്ങോട്ട് നടന്നു പോയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മളിപ്പോൾ ഒരു ഈദ് ഹോളിഡേക്കാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. ഇതാണ് കേട്ടോ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഇവിടെ കുറേ ഒരു വലിയ സ്ഥലം തന്നെ ഉണ്ട് കാറ് പാർക്ക് ചെയ്യാൻ തന്നെ. പിന്നെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ കുറേ ഈത്തപ്പഴങ്ങളുണ്ട് കേട്ടോ. പിന്നെ ശരിക്കും ഇപ്പോൾ നേരത്തെ ഈത്തപ്പഴങ്ങൾ കായ്ച്ചു തുടങ്ങി. കാരണം നമ്മളെ സ്ഥലത്തൊന്നും ഇപ്പോൾ ഇത്ര ഈത്തപ്പഴങ്ങളൊന്നും കായ്ച്ചു തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ കുറേ കളറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഡാർക്ക് റെഡ്, അവിടെ ഓറഞ്ച്, പിന്നെ പച്ച. നല്ല രസമുണ്ട് ശരിക്കും ഇത് കാണാൻ. ഇതിൻ്റെ ഉള്ളിലൊരു പാർക്ക് ഉണ്ട്. നമുക്ക് ആ മലയുടെ മുകളിലൊക്കെ കയറാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി കയറാൻ നമുക്കിനി ടിക്കറ്റൊക്കെ എടുക്കാം. ഒരാൾക്ക് 5 ദിർഹംസാണ് ഇതിൽ വരുന്ന പൈസ. ഇവിടെ അടുത്ത് തന്നെ പള്ളിയും ഉണ്ട്. ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അറബികൾ, പാകിസ്ഥാനുകാർ, മലയാളികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് പിന്നെ കുറച്ച് നേരം ഇവിടെ നടന്നു കേട്ടോ. ഇപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ ഇതാണ് കേട്ടോ വ്യൂ. നല്ല രസമുണ്ടല്ലേ കാണാൻ. പിന്നെ അവിടെ ഒരു ചെറിയ പാലം പോലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഷോപ്പുണ്ട്. പൊട്ടാറ്റോ ട്വിസ്റ്ററും പോപ്കോണും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഫ്രീ വാട്ടറൊക്കെ ഉണ്ട് കേട്ടോ. കുപ്പി കൊണ്ടുവന്നാൽ മതി. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ്. പിന്നെ എൻ്റെ അപ്പുറത്തും കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഇവിടുത്തെ പ്ലേ ഗ്രൗണ്ട്. പിന്നെ ഇവിടെ ബാർബിക്യൂ ചെയ്യാനൊക്കെ ഒരു ഏരിയ ഉണ്ട്. അവിടെ പോയിട്ട് ബാർബിക്യൂ ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇവിടെ 10 മണി വരെയാണ് ടൈമുള്ളത്. ഇപ്പോൾ ചൂടായതുകൊണ്ട് ഞങ്ങൾ ഉച്ചയിരുന്ന സമയത്താണ് വന്നത്. പക്ഷെ തണുപ്പുള്ള സമയത്താണെങ്കിൽ നല്ല രസമുണ്ടായേനെ. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ മലയുടെ മുകളിലൊക്കെ കയറിയപ്പോൾ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. ഇവിടെ പിന്നെ ഇങ്ങനെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്, ചായ കുടിക്കാനും. പിന്നെ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ കുടിക്കാനും ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് എന്താണെന്ന് വെറുതെ നോക്കി വെക്കാം. ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഏകദേശം മലയുടെ മുകളിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ റോഡും വണ്ടികളൊക്കെ ഉണ്ട്. ഈ ആകാശം കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇനി നമുക്ക് ഈ മലയുടെ മുകളിലേക്ക് കയറാം. ഇതാണ് കേട്ടോ സ്റ്റെപ്പ്. പിന്നെ കുറേ പേര് ക്ഷീണിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. കുറേ പേര് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. നമുക്കിനി മുകളിലേക്ക് കയറിയിട്ട് അവിടെ എങ്ങനെയാണ് വ്യൂ ഉള്ളതെന്നൊക്കെ നോക്കാം. പാറ ചെത്തിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇങ്ങനെ സ്റ്റെപ്സുകളൊക്കെ ആക്കിയത്. ഇതിൻ്റെ സൈഡിൽ കുറേ പച്ച പുല്ലുകളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മുകളിൽ എങ്ങനെ ഇരിക്കുന്നുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ നടന്നു പോകുന്നത്. മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ അത്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഏകദേശം ഇപ്പോൾ നമ്മൾ മുകളിൽ കയറിയിട്ട് ഇപ്പോൾ പകുതി എത്തി. ഇനിയും കുറച്ച് പോകാനുണ്ട്. നമുക്കിനി പോയിട്ട് അവിടെ എന്താ വ്യൂ നോക്കാം. ഇവിടെ ഇങ്ങനെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് സൈഡിൽ. പക്ഷേ ഇലകളൊന്നും അധികം ഇല്ല. പിന്നെ അവിടെ എന്തൊക്കെ ഒരു കുരു പോലത്തെ എന്തോ ഒരു കായൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പോകുമ്പോൾ തന്നെ ഇരിക്കാനും ഒരു സ്ഥലങ്ങളുണ്ട്. കുറച്ചേരം നടന്നിട്ട് നമുക്ക് ക്ഷീണം വരാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നടക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ ഇപ്പം മുകളിലെത്തി. ഇവിടുത്തെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നല്ല രസമുണ്ട് ശരിക്കും കാണാൻ കേട്ടോ. ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ താഴത്തേക്ക് നോക്കുമ്പോൾ ഉള്ളത്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇപ്പോൾ ഇവിടെ ഇരുട്ടായി തുടങ്ങിയപ്പോൾ പള്ളിയിലൊക്കെ ലൈറ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. കോർഫുഗാൻ്റെ ഭാഗത്തൊക്കെ മഴ പെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ നമ്മൾ വന്ന ദിവസമൊന്നും മഴ ഉണ്ടായിരുന്നില്ല.
ഇവിടുത്തെ ഇപ്പോൾ ഈ സ്റ്റെപ്പുമ്മലൊക്കെ വെള്ളമുണ്ട്. ഇനി മഴ പെയ്തിട്ടാണോ അതോ അതിലേക്ക് ഇങ്ങനെ വെള്ളം കൊണ്ട് കഴുകിയതാണോ എന്നൊന്നും അറിയില്ല. ഇപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. പകൽ കാണുമ്പോൾ വേറൊരു ഭംഗി, പക്ഷെ ലേറ്റ് ഇടുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഇവിടെ നമ്മളിതാ മുകളിലൊക്കെ കയറിയിട്ട് ക്ഷീണിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന്. നല്ല രസമുണ്ടല്ലേ ശരിക്കും കാണാൻ. രാവിലെ കാണാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല, ഇപ്പോഴും നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ വന്നപ്പോൾ തന്നെ പാർക്കിലാണ് കളിച്ചിരുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ പോയി കുറച്ച് നേരം നിന്നു. പിന്നെ താഴത്തേക്ക് വന്നപ്പോൾ ഈ ഒരു ടൈമായി. അത് നമ്മൾ കണ്ടപ്പോൾ ഈ ഒരു ടൈമായി ഇപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ. പിന്നെ ഇവിടെ ഇവരിങ്ങനെ പാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് പേര് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കളിക്കുന്നുണ്ട്. നല്ല ക്ലിയർ വെള്ളമാണ് കേട്ടോ അത്. നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീട്ടിൽ പോയിട്ടോ. കാരണം ഇവിടെ 10 മണി വരെ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ 1-1.5 മണിക്കൂറൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ഷീസ് പാർക്കിൻ്റെ വിശേഷങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഓഫുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വരാൻ ശ്രമിക്കുക. നല്ല സ്ഥലം തന്നെയാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഈദായതുകൊണ്ട് അവരിങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നല്ല ഇഷ്ടമായി. പിന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ചും കൂടി രസം ഉണ്ടാവും കേട്ടോ. നമ്മളിവിടെ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇത്രക്കുള്ള ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.